ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ വീട്ടിൽ പച്ചക്കറികളൊന്നുമില്ലാത്ത ദിവസം ചോറിന് കൂട്ടിക്കഴിക്കാൻ എന്താണാവോ ഉണ്ടാക്കുക എന്ന് ആലോചിച്ച് വിഷമിച്ചിട്ടുണ്ടോ? എങ്കിൽ ഇനി പേടിക്കേണ്ട, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന തക്കാളി മാത്രം ഉപയോഗിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാവുന്ന ചോറിന് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി നാടൻ കറിയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. ബാച്ചിലേഴ്സിനും തുടക്കക്കാർക്കും ഒക്കെ ഒരുപോലെ ഉപകാരപ്പെടുന്ന ഈ സിമ്പിൾ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഇതിന് മെയിൻ വേണ്ടത് നമുക്കിതാ 4 തക്കാളിയാണ്. അപ്പോൾ നല്ല മീഡിയം സൈസിൽ നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. നല്ല വലിയ തക്കാളിയാണ്, നിങ്ങൾ 2 എണ്ണമൊക്കെ എടുത്താൽ മതി. ഇനി ഒരു ചട്ടി നമുക്കിതാ എണ്ണ ഒഴിക്കാം. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂണോളം കടുക് ചേർത്തി കൊടുക്കാം. ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില കൂടി ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ തക്കാളി കട്ടാക്കി വെച്ച തക്കാളിയും കൂടി ചേർത്തി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കിത് 1-2 മിനിറ്റിൽ നന്നായി വഴറ്റിയെടുക്കാനുണ്ട് കേട്ടോ. ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തേങ്ങ അരക്കണ്ട എന്നുള്ളതാണ് കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോൾ തക്കാളി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പുളിശ്ശേരിയുടെയൊക്കെ മോരുകറിയുടെയൊക്കെ ഒരു ഫീൽ കിട്ടുവേ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമുക്കിത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ തക്കാളി. ഇനി നമ്മൾ തവി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്താലും മതിയേ. ഇനി നമുക്കിതിലോട്ട് ഒരു 5-6 അല്ലി നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്തി കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ ഈ കറിയിലുണ്ടായിരിക്കുമ്പോൾ. അതിൻ്റെ ഒരു പച്ചച്ചോയൊക്കെ മാറുന്നത് വരെ നമുക്ക് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കൂടുതൽ പൊടികളൊന്നുമില്ല കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തി കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം. ഇനി വീണ്ടും നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വെള്ളമല്ല കേട്ടോ, നമ്മൾ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് തിളച്ച് കിട്ടണം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ആക്കാം. അപ്പോൾ ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്തി കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ നല്ല എരിവ് കാരണമാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മുടെ സാധാ മുളക് പൊടിയും ചേർത്തി കൊടുക്കാം. അപ്പോൾ ഇതാട്ടോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടേ. 1 മിനിറ്റോളം നന്നായി തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എത്ര എളുപ്പത്തിലല്ലേ നമ്മളിത് തയ്യാറാക്കിയത്. എത്ര സിമ്പിളായിട്ടാണ് നമ്മുടെ ഈ ഒഴിച്ചുകറി റെഡി ആയിട്ടുള്ളത്. നമ്മുടെ രസമൊക്കെ ഇരിക്കുന്നത് പോലെ തന്നെ നല്ല ലൂസായിട്ടുള്ള ഒരു കറിയാണിത്. ചോറിനൊപ്പം ഇത് ഒഴിച്ച് കഴിക്കാൻ പ്രത്യേക ഒരു രസമാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കട്ടി കറികളേക്കാൾ ദഹിക്കാനും എളുപ്പമുള്ള എന്നാൽ നല്ല നാടൻ രുചിയുള്ള ഒരു വിഭവമാണിത്. പച്ചക്കറികളൊന്നുമില്ലാത്ത സമയത്ത് ചോറിന് നല്ലൊരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാം. ഈ ചൂടുള്ള കറി നല്ല കുത്തിരി ചോറിലേക്ക് ഒഴിച്ച് കഴിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉഗ്രൻ കോമ്പിനേഷനാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് തയ്യാറാക്കുന്ന ഈ വിഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി അറിയിക്കുമല്ലോ. ഇതുപോലുള്ള നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു.